ഫോർത്ത് മൊഡ്യൂള് അത് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ കെയുടെ വാല്യൂ, സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ വാല്യൂ, ഈ മെട്രിക്സ് അത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇതിന് കറസ്പോണ്ടിങ് ആണ് നമ്മൾ ലെങ്ത്തും ഐയുടെ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. അപ്പം ഇതൊരു 2 സ്പാൻ ബീമാണ്. 2 ഫ്രീ എൻഡിലായിട്ട് ഫിക്സ്ഡ് സപ്പോർട്ടും മിഡിലായിട്ട് റോളർ സപ്പോർട്ടും. അപ്പം ഫസ്റ്റ് എ ബി സ്പാനിൽ ഒരു യു ഡി എല്ലും ബി സി സ്പാനിൽ പോയിൻ്റ് ലോഡ് അറ്റ് ദ സെൻറ്ററും ആണ്. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻ്റൽ കോർഡിനേറ്റ്സിനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എലമെൻ്റൽ കോർഡിനേറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഓരോ സ്പാനിലും 2 കോർഡിനേറ്റ്സ് എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് കോൺസിക്യൂട്ടീവായിട്ടാണ് നമ്മൾ നമ്പറിങ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഇവിടെ നമുക്ക് എന്തെല്ലാം റിയാക്ഷൻസ് ഓരോ സപ്പോർട്ട്സിലുണ്ടോ അതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഇത് ബീമിൻ്റെ കേസ് ആയതുകൊണ്ട് മാത്രം ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ കൺസിഡർ ചെയ്തിട്ടില്ല. പകരം ബാക്കി 2 എണ്ണം വെർട്ടിക്കലും മൊമെൻറ്റും ഓരോ ജോയിൻസിലതും മാർക്ക് ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കലും മൊമെൻറ്റും. ഇനി അതെങ്ങനെയാണ് നമ്പറിങ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് സപ്പോസ് ഫസ്റ്റ് നമ്പറിങ് R1 എന്നുള്ള നമ്പർ നമ്മൾ വെർട്ടിക്കലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺസിക്യൂട്ടീവായിട്ടാണ് നമ്മൾ നമ്പറിങ് കൊടുക്കേണ്ടത്. അതേ ജോയിനിലെ സെക്കൻഡ് മൊമെൻറ്റിന് നമ്മൾ R2 കൊടുത്തു. പിന്നെ നോട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ജോയിനിൽ പിന്നെ നമ്പറിങ്ങിലോട്ട് വരുമ്പം ആദ്യം ഏതായിരുന്നോ മാർക്ക് ചെയ്തിരുന്നത് അത് തന്നെ വേണം ഇവിടെയും മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് R1 കൊടുത്തിരുന്നത് വെർട്ടിക്കലായതുകൊണ്ട് നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന R3 എന്ന് പറയുന്ന നമ്പർ അത് വെർട്ടിക്കലിൽ തന്നെ വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ വാല്യൂസ് തെറ്റിപ്പോവും. R4 മൊമെൻറ്റിന് കൊടുത്തു. പിന്നെ അത് കൊടുക്കാൻ R4 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ അപ്പം വെർട്ടിക്കലിൽ വേണം കൊടുക്കാൻ R5, നെക്സ്റ്റ് മൊമെൻറ്റിൽ R6. അടുത്ത സ്റ്റെപ്പ് വരുന്നത് സ്ട്രക്ചർ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രക്ചർ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യനിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ ആ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കൊടുത്തേക്കുന്ന നമ്പറിങ് അനുസരിച്ച് ഇവിടെ എടുത്ത് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്, അത് ബി ജോയിൻറ്റിലെ റൊട്ടേഷനാണ്. അപ്പോൾ ഇവിടെ ബി ജോയിൻറ്റിലെ റൊട്ടേഷൻ നമ്മൾ R4 ആയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് R4 ഇവിടെ കാണിച്ചു. പിന്നെ ബൗണ്ടറി കണ്ടീഷൻസ് എഴുതണം. ബൗണ്ടറി കണ്ടീഷൻസ് എഴുതുക എന്ന് പറയുമ്പോൾ ഇവിടെ R4 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് R1 = R2 = R3 = R5 = R6 = 0 എന്ന് എഴുതിയത്. R4 എന്തായാലും ഒരു വാല്യൂ കാണും, ബിക്കോസ് ഇറ്റ് ഈസ് പോസിബിൾ റിയാക്ഷൻ. അപ്പം R4 ≠ 0 എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ എലമെൻസിൻ്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫസ്റ്റ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻസിനനുസരിച്ച് ഐയുടെയും എല്ലിൻ്റെയും ഐയുടെ വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള എ ബിയുടെയും ബി സിയുടെയും മെട്രിക്സ് എഴുതി. ഇനി ആ മെട്രിക്സിനകത്ത് R1, R2, R3 എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം എ ബി മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ആ എ ബി മെട്രിക്സിൽ വരുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഈ 2 ജോയിൻസിലുള്ളതാണ്. അപ്പം R1, R2, R3, R4 വരും. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ R1, R3, R2, R3, R4 ഓരോ കോളത്തിലും നെയിം ചെയ്യണം, റോസിലും നെയിം ചെയ്യണം. ഇനി സെക്കൻഡ് ബി സി ജോയിൻറ്റ് നോക്കുകയാണെങ്കിൽ ഇത്രയും പോർഷനാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് റിയാക്ഷൻസ് വരുന്നത്? R3, R4, R5, R6. അപ്പോൾ അതും ഇതുപോലെ തന്നെ R3, R4, R5, R6 റോയിലും കോളത്തിലും ലേബിൾ ചെയ്യണം. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് പോസിബിളായിട്ടുള്ളത് മാത്രമേ നമ്മൾ ഫൈനൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് കെ ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. അതെങ്ങനെയാണ് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, R1, R2, R3, R5, R6 ഇതെല്ലാം തന്നെ 0 ആയതുകൊണ്ട് നമ്മൾ ആ എലമെൻസിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം R1 0 ആയതുകൊണ്ട് R1ൻ്റെ കറസ്പോണ്ടിങ് റോയും കോളവും അത് സ്ട്രൈക്ക് ചെയ്ത് കളയണം. R2 0 ആയതുകൊണ്ട് R2 എന്ന കോളവും R2 എന്ന റോയും സ്ട്രൈക്ക് ചെയ്യുന്നു. R3 0 ആയതുകൊണ്ട് R3 എന്ന കോളവും R3 എന്ന റോയും സ്ട്രൈക്ക് ചെയ്യുന്നു. R4 0 അല്ലാത്തതുകൊണ്ട് R4നകത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയെല്ലാം സ്ട്രൈക്ക് ഔട്ട് ആയിപ്പോയപ്പം ആകെ ഇവിടുത്തെ റിമൈനിങ് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു 4 മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ ബി സിയിൽ നോക്കുമ്പോഴും R3, R5, R6 0 ആണ്. അപ്പോൾ R3 ഫസ്റ്റ് 0 ആയതുകൊണ്ട് R3യുടെ കോളം, R3യുടെ റോ. R4 0 അല്ലാത്തതുകൊണ്ട്
അത് നമ്മളൊന്നും സ്ട്രൈക്ക് ചെയ്യുന്നില്ല. R4ൻ്റെ കോളോ R4ൻ്റെ റോയും നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. നെക്സ്റ്റ് R5 പോകുന്നത്. R5 0 ആയതുകൊണ്ട് R5ൻ്റെ കോളവും R5ൻ്റെ റോയും സ്ട്രൈക്ക് ചെയ്യുന്നു. R6 0 ആയതുകൊണ്ട് R6ൻ്റെ റോയും R6ൻ്റെ കോളവും സ്ട്രൈക്ക് ചെയ്ത് കളയുന്നു. അപ്പം ഇവിടെ റിമൈനിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇവിടെയും റിമൈനിങ് ആയിട്ടുള്ളത് എന്താണ്? 4 ആണ്. ഓക്കെ, ഇനി ഫൈനൽ കെ എഴുതുന്നത് സ്ട്രക്ചർ കോർഡിനേറ്റ് ബൈ സ്ട്രക്ചർ കോർഡിനേറ്റ്. അത്രയായിരിക്കും എന്ത് ഫൈനൽ കെയുടെ മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആകെ 1 ആയതുകൊണ്ട് 1/1 മെട്രിക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു 1/1 മെട്രിക്സ് എഴുതി, പുറത്ത് EI ഉണ്ടായതുകൊണ്ട് EI അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്കുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം R4 ആയിരുന്നു. അപ്പം ഇവിടെയും R4, കോളത്തിന് കറസ്പോണ്ടിങ്ങും R4 മാർക്ക് ചെയ്യുക. ഇനി നോക്കേണ്ടത് R4ൻ്റെ കോളത്തിലും R4ൻ്റെ റോയിലും ഈ 2 എലമെൻ്റൽ സ്റ്റിഫ്നെസ് മെട്രിക്സിൽ വരുന്ന വാല്യൂ ആണ് നോക്കേണ്ടത്. അപ്പോൾ R4ൻ്റെ കോളവും R4ൻ്റെ റോയും നോക്കുമ്പോൾ ഇവിടെ ഒരു 4 ഉണ്ട്. ഇവിടെയും R4ൻ്റെ കോളവും R4ൻ്റെ റോയും നോക്കുമ്പം സ്ട്രൈക്ക് ആവാതെ കിടക്കുന്ന ഒരു 4 ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 8 ആവും. അതാണ് മെട്രിക്സ് 8 × EI K വന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലോഡ് മെട്രിക്സ് ഇക്വലൻ്റ് ജോൺ ലോഡിന് കറസ്പോണ്ടിങ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ സ്പാനിൻ്റെയും ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് എഴുതുന്നു. അതിൻ്റെ ഇക്വിലിബ്രിയം സ്ട്രക്ചർ വരയ്ക്കുന്നു. ഇക്വിലിബ്രിയം സ്ട്രക്ചർ എന്ന് പറയുമ്പോഴേക്കും റിവേഴ്സ് ഡയറക്ഷനിൽ വരയ്ക്കുന്നതാണ് ഇക്വിലിബ്രിയം സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ആ ഇക്വിലിബ്രിയം സ്ട്രക്ചർ ഏത് ഡയറക്ഷനിലാണോ കിട്ടിയത് അത് വെച്ച് നമ്മൾ P എഴുതുന്നു. അപ്പം ഒരു ക്ലോക്ക് വൈസ് 10 ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് 10 ആണ് കിട്ടിയത്. ഇത് ക്ലോക്ക് വൈസിലാണ് R4 ഡയറക്ഷൻ, അതുകൊണ്ട് തന്നെ P -10 ആയിട്ട് എഴുതി. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് R ആണ്. ആറിൻ്റെ ഇക്വേഷൻ K ഇൻവേഴ്സ് P ആണ്. അപ്പം ഈ K ഇൻവേഴ്സ് ഇൻറ്റു P ചെയ്യുമ്പം നമുക്ക് R കിട്ടും. ഈ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി R4ൻ്റെ വാല്യൂ ആണ്. ഇപ്പം ഈ ആറിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇവിടെ മെട്രിക്സിൻ്റെ വാല്യൂ വരുന്നത്. റോസ് അത്രയും വരും. ഇപ്പോൾ 2 R4 R5 ആയിരുന്നെങ്കിൽ ഇവിടെ 2 വാല്യൂ മെട്രിക്സ് വന്നാനെ, പക്ഷേ 2/1 മെട്രിക്സ് വന്നാനെ. അപ്പം 6 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോഴ്സ് പ്ലസ് മൊമെൻറ്റ് ഫൈനൽ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് AB നമുക്ക് R1 R2 R3 R4 ആയിരുന്നു. അതിന് നമ്മൾ P1 P2 P3 P4 ആയിട്ട് എഴുതി. ഇവിടെ P1 P2 P3 P4 ആയിട്ട് എഴുതി. ആക്ച്വലി ഇവിടെ P1 എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ഷന്, P2 എന്ന് പറയുന്നത് മൊമെൻറ്റ്, P3 റിയാക്ഷൻ, P4 മൊമെൻറ്റ്. ആ രീതിയിലാണ് വരുന്നത്. അപ്പം ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സ് വാല്യൂസും ഡയറക്റ്റ് ഫ്രം ദിസ് ഇക്വേഷൻ കിട്ടും. അപ്പോൾ P1 കിട്ടുന്നത് റിയാക്ഷൻ ആയിരിക്കും. ഷിയർ ഫോഴ്സ് വരയ്ക്കാനുള്ള റിയാക്ഷൻ, SFD വരയ്ക്കാനുള്ള റിയാക്ഷൻ ആണെങ്കിൽ P2 മൊമെൻറ്റ് വാല്യൂ ആണ് BMD വരയ്ക്കാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ എലമെൻറ്റിൻ്റെ ഇപ്പോൾ ABക്ക് കറസ്പോണ്ടിങ് എത്ര സ്പാൻ ഉണ്ടോ അതിൻ്റെ എല്ലാത്തിനും കറസ്പോണ്ടിങ് വേണം നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഫസ്റ്റ് ABയുടെ K വാല്യൂ എഴുതുന്നു. ഹോൾ K വാല്യൂ ആണ് ഈ എഴുതിയേക്കുന്ന ഹോൾ K വാല്യൂ. അതേപോലെ ഇവിടെ എഴുതുന്നു ഇൻറ്റു R വാല്യൂ ആണ്. R വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം R1 R2 R3 R4 ആ വാല്യൂസ് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ R1 R2 R3 എന്തായാലും 0 ആണ്. R4ൻ്റെ വാല്യൂ -1.25 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മെട്രിക്സ് എഴുതി. അപ്പോൾ K ഇൻറ്റു R പ്ലസ് നമ്മുടെ റിയാക്ഷനെ ആൻഡ് ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റിൻ്റെ മെട്രിക്സ് ആണ്. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് FEM കണ്ടുപിടിക്കുമ്പോൾ ഉള്ള സ്പാനിൻ്റെ റിയാക്ഷൻ, പിന്നെ ഫസ്റ്റ് MFAB, പിന്നെ നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലെ റിയാക്ഷൻ, അടുത്ത MFBA. അത് ഫുൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് വാല്യൂസ് കിട്ടും. അതുകൊണ്ട് തന്നെ അടുത്ത സ്പാനിൻ്റെയും ചെയ്യണം. പിന്നെ ഇത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വാല്യൂസ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഉള്ളത് 22.5, അടുത്തത് 15, പിന്നെ -15. അപ്പോൾ 15 -15 ആയപ്പോൾ തന്നെ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് കറക്റ്റാണ് എന്ന് മനസ്സിലായി. അടുത്ത ലാസ്റ്റ് വാല്യൂ വരുന്നത് 7.5 ആണ്. അപ്പം AB 22.5,
BA 15, BC -15, CB 7.5. അപ്പം ABക്ക് A to Bയിലോട്ട് വെച്ചിട്ട് -22.5 ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് മാർക്ക് ചെയ്യുന്നു. അടുത്തത് BA B to Aയിലോട്ട് വെച്ചിട്ട് ക്ലോക്ക് വൈസ് 15ലോട്ട് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് BC -15 B to Cയിലോട്ട് വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് 15 മാർക്ക് ചെയ്യുന്നു. പിന്നെ വരുന്നത് 7.5 ആണ്, അത് CBയിലോട്ട് വെച്ചിട്ട് ക്ലോക്ക് വൈസിൽ 7.5 മാർക്ക് ചെയ്യുന്നു. പിന്നെ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് നമ്മൾ ആദ്യം ഒരു ഫിഗർ വരച്ചു. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റേർണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. അതിൻ്റെ വാല്യൂസ് മാർക്ക് ചെയ്യുന്നു. കോമൺ അല്ലാത്ത പോർഷൻസ് ഷെയ്ഡ് ചെയ്യുന്നു. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യത്തെ വാല്യൂസ് അതാണ്ട് ഇത് 127.5, 112.5, 47.5, 32.5 ആണ് ഇവിടുത്തെ ഷിയർ ഫോഴ്സ് വാല്യൂസ് വരുന്നത്. അപ്പം എയുടെ ഷിയർ ഫോഴ്സ് വാല്യൂ 127.5 പോസിറ്റീവ് ആയതുകൊണ്ട് മേപ്പോട്ട് നമ്മൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു UDL മൈനസ് ചെയ്യണം 240. അപ്പം -240 കൊടുത്തപ്പം UDL ആയതുകൊണ്ട് തന്നെ ലീനിയർലി വരച്ചു. 112.5 വന്നുകൊണ്ട് താഴെ ബീമിന് താഴെയായിട്ട് വന്നു നെഗറ്റീവ്. പിന്നെ നെക്സ്റ്റ് പ്ലസ് ബിയിലുള്ള റിയാക്ഷനാണ്. അപ്പോൾ ബിയിലുള്ള റിയാക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ 112.5ഉം അതുപോണക്ക് തന്നെ നെക്സ്റ്റ് 47.5 ആണ് വരുന്നത്. അപ്പോൾ 112.5 വന്ന് നിന്നുകൊണ്ട് പിന്നെ മേപ്പോട്ട് പോസിറ്റീവിലോട്ട് 47.5 പോയി. നെക്സ്റ്റ് 80 വരെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് ഒരു -80 കൊടുത്തു. -80 കൊടുത്തപ്പോൾ 32.5 വന്നു, -32.5 വന്നു. നെക്സ്റ്റ് വാല്യൂ +32.5 ആയിരുന്നു. അതുകൊണ്ട് തന്നെ 0 ക്ലോസ് ആയി. അത് നമുക്ക് കറക്റ്റാണെന്ന് ക്ലിയറായി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ BMD SFT വരയ്ക്കുന്നത്.